പ്രകാശമേ മിഴി തുറക്കുക വേഗം. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന ചിന്തനത്തിലേക്ക് സ്വാഗതം. ഒരു പുതിയ മാസം ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് 1-ാം തീയതി. ഈ 15 ദിവസത്തിനകം 15-ാം ദിവസം നമ്മൾ മാതാവിന്റെ സ്വർഗ്ഗാരോഹണ തിരുനാൾ ആഘോഷിക്കും. അതിനുള്ള ഒരുക്കമാണ് അടുത്ത 15 ദിവസങ്ങളിൽ വായനകളോടെ വരിക. എന്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ഒരു വാക്യം കൂടി. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണം എന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങൾ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതേ ഞാൻ പറയുന്നു, ഭയപ്പെടുവിൻ. ക്രിസ്തു ശിഷ്യന് ആവശ്യമായ മനോഭാവമാണ് ധൈര്യം. ആ ധൈര്യത്തിന് അടിസ്ഥാനമായി നിൽക്കുന്ന ദൈവം നമ്മോട് കൂടിയുണ്ട്. നശിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒരു കാര്യത്തിൽ ഭയപ്പെടേണ്ടുള്ളൂ, നിത്യമായ നാശം. ദൈവത്തിൽ നമ്മളെ അകറ്റുന്നു, അത് നാശത്തിലേക്ക് നയിക്കുന്നു. അതാരാണ്? പിശാചാണ്. പിശാചിൻ്റെതായ പ്രലോഭനങ്ങളും. അപ്പോൾ ദാരിദ്ര്യം, പട്ടിണി, ശാരീരികമായ പീഡനങ്ങൾ, ഇതൊന്നും അല്ല ഭയപ്പെടേണ്ടത്. ഭയപ്പെടേണ്ടതൊന്നും മാത്രമേ ഉള്ളൂ. ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ശക്തി എന്തോ അത് സമ്പത്തായിരിക്കാം, പ്രലോഭനങ്ങളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം. അപ്പൊ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന നിത്യനാശത്തിലേക്ക് നയിക്കുന്നതായിരിക്കും. ആ ഒരു കാര്യം മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ. ബാക്കിയുള്ളതെല്ലാം കടന്നു പോകും. ശരീരത്തിന്റെ അപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് ഓർക്കുക. നമ്മളെ നിത്യജീവനിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. അപ്പൊ ആ നിത്യജീവനിലേക്ക് വിളിക്കപ്പെട്ടവർ ഭയപ്പെടേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ, നിത്യനാശം. അതുകൊണ്ട് നിർഭയം ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് വിശ്വാസം ജീവിക്കാനുള്ള കൃപ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നിൻ വഴിയേ നടക്ക